രൂപീകരിക്കുകയും അത് ഒരു വർഷക്കാലമായി വളരെ മനോഹരമായ രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സാധാരണ ചെറുകിട വ്യവസായ സംരംഭകർക്കുള്ള ഒരു അവസരം കൂടിയാണ് വാൻഗാർഡ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം നമുക്ക് വളരെ മനോഹരമായി തന്നെ കൊണ്ടുപോകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് വാൻഗാർഡ് ഉയർത്തിപ്പിടിക്കുന്ന വലിയൊരു തത്വം. അതിൻ്റെ ഒരു ഉദ്ഘാടന സെഷൻ പോലെയാണ് ഒരു പ്രദർശനം പോലെയാണ് ഇവിടെ ഫ്ലവർ ഷോയും കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിലിത്രയും ദിവസങ്ങളിൽ സമയം മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാ നാട്ടുകാരെയും സുഹൃത്തുക്കളെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നോടി പരിപാടി കഴിഞ്ഞാൽ നമുക്ക് ഡബ്ബ ബീച്ചിൽ നമുക്കറിയാം 17 വയസ്സ് പ്രായമുള്ള കുട്ടികളൊക്കെയാണ് പരിപാടി നടത്തുന്നത്. ആ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള തത്വം കൂടി നമ്മൾ വാൻഗാർഡ് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെയും മിനിയാമൊക്കെയുമായിട്ട് നമ്മുടെ നാട്ടിലെ പ്രാദേശിക ആളുകളെ ചേർത്ത് കൊണ്ടുള്ള പരിപാടികൾ അവതരിപ്പിക്കാൻ തയ്യാറായത്. വരും വർഷങ്ങളിൽ നമുക്കത് വളരെ വിപുലമായ രീതിയിൽ തന്നെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമുക്കൊരു ജനകീയ പരിപാടിയാക്കി മാറ്റേണ്ടതുണ്ട്. അതിന് ഒരു മുൻകൂർ തന്നെ പറയുന്നു, എല്ലാവരും അടുത്ത നടത്താൻ പോകുന്ന പരിപാടിക്കൊക്കെ തന്നെ നിങ്ങൾക്ക് കൂടി ഉണ്ടാകുന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഇന്ന് ഈ പരിപാടിക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾക്ക് ഏവർക്കും പ്രിയപ്പെട്ടിട്ടുള്ള മുൻ MLA ആയിട്ടുള്ള നമുക്കറിയാം സാഹിത്യരംഗത്തും കലാരംഗത്തൊക്കെ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ആരുടെയും സുഹൃത്തായിട്ട് മാറുന്ന പ്രിയപ്പെട്ട അരുണമാഷാണ്. അരുണമാഷെ ഈ സ്വാഗതം ചെയ്തു. ഇന്ന് നമുക്ക് 2 പ്രധാനപ്പെട്ട അതിഥികളുണ്ട്. ഒന്ന് ലാൽ ഭരതൻ, ഇപ്പോൾ കാർളം ഹൈസ്കൂളിൻ്റെ മാനേജറാണ്. കാട്ടിക്കുളം ഭരതൻ്റെ മകനാണ്. മാത്രമല്ല അദ്ദേഹം ബിസിനസ് രംഗത്ത് പ്രഗത്ഭനായിട്ടൊരാളാണ്. മാത്രമല്ല ഇപ്പോൾ കാർ റേസിങ്ങിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വേഗത കൂടിയിട്ടുള്ള ആ ഒരു മത്സരത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ആളാണ് ലാൽ ഭരതന് സ്വാഗതം ചെയ്യും. പിന്നെ ഒരു ആദരണം കൊടുത്ത് നമുക്ക് മിനിയാന്നിവിടെ ഗാനങ്ങൾ അവതരിപ്പിച്ച ഇരിഞ്ഞാലക്കുട അറിയപ്പെടുന്ന മ്യൂസിക് വേൾഡ് ഹരിദാസാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. എക്സ് മിലിറ്ററിക്കാരാണ്, അത് പറയാൻ ആളാധുനിക്കുമ്പോൾ ബാക്കിയുള്ള കാര്യം പറയാൻ വെച്ചിട്ടാണ്. പിന്നെ അടുത്ത് നമുക്കിവിടെ പറയാനുള്ളത് CK ഗോപിയേട്ടനാണ്. നമ്മുടെ കൂടമാണിക്യം ദേവസ്വത്തിൻ്റെ ചെയർമാൻ കൂടിയാണ്. എല്ലാ സാംസ്കാരിക രംഗത്തും നമ്മോടൊപ്പം കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് CK ഗോപിയേട്ടനെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ സജീവ് മാഷാണ്. നമുക്കറിയാം ഈ വാൻഗാർഡിൻ്റെ ജീവനാടി ആണ് സജീവ് മാഷ്. ആരോടും സൗഹൃദം പുലർത്തുന്ന, എന്താ പറയുക, എത്ര ഉപയോഗിച്ചാലും കഴിയില്ല, ഏതൊരു കാര്യങ്ങൾക്കും സമാധാനപരമായി ഇടപെട്ടുകൊണ്ട് അതിനെ വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്ന, എന്നാൽ ആർക്കൂടെ എപ്പോഴും സൗഹൃദം നടക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ മാഷെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നമുക്ക് ഇന്ന് എത്തിയിട്ടുള്ള സംഘാടകരിൽ ഒരാളായിട്ടുള്ള KG ശങ്കരനാരായണൻ, ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്നാലും ഞാനുടെ ബ്ലോക്ക് പ്രസിഡൻ്റാണ്.